ഫ്രണ്ട്സ്, സോ ഇന്ന് നമ്മുടെ ടോപ്പിക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. 1 സ്പെല്ലിംഗ്, അതേസമയം 7 സൗണ്ട്സ്. ഉദാഹരണം പറയുകയാണെങ്കിൽ OUGH, ഈ അക്ഷരങ്ങൾ കമ്പൈൻ ചെയ്ത് ഒരുപാട് വാക്കുകളുണ്ട്, പക്ഷെ അവരുടെ പ്രൊനൗൺസിയേഷൻ ഓരോ വാക്കുകളിലും വ്യത്യാസമാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതിനെല്ലാത്തിനു മുമ്പേ ക്യാപ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു പുതിയ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രേറ്റ്. സോ നമുക്ക് ഏതൊക്കെയാണ് ആ വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരം സൗണ്ട്സ് ഉണ്ടാവുമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സംഭവം കാണുകയാണെങ്കിൽ എന്താ തോന്നണേ? ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴക്കണമല്ലേ? അപ്പം അതിനെന്താ നമ്മൾ പറയുന്നത്? അതായത് DOUGH. നമ്മൾ പൊതുവെ ഡൗ എന്നൊക്കെ ആയിരിക്കും എന്നെ പറയുന്നത്, പക്ഷെ എൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ. അതായത് ഡോ. കണ്ടോ, ഇവിടെ എൻ്റെ പ്രൊനൗൺസിയേഷൻ പറയുന്നുണ്ട്. ഇതുപോലെ സൗണ്ട് ചെയ്യുന്ന ഒരുപാട് അല്ലെങ്കിൽ 1-2 വാക്കുകൾ ഏതൊക്കെയാ നോക്കാം. സിമിലർലി പ്രൊനൗൺസ്ഡ് വേർഡ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഓൾദോ അല്ലെങ്കിൽ ദോ. കണ്ടോ, ദോ, ഓൾദോ. സോ ഇതൊക്കെ ഈ രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഗ്രേറ്റ്. ഒരു ഉദാഹരണം നമ്മൾ ചെറിയ നോക്കുകയാണെങ്കിൽ although the farmers work all day, their wages are less. അതായത് കൃഷി ചെയ്യുന്നവർ എത്ര ഒരു ദിവസം വർക്ക് ചെയ്താലും അവർക്ക് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ അവരുടെ വേജസ് എന്ന് പറഞ്ഞാൽ ശമ്പളം, അത് വളരെ കുറവാണ്. ഗ്രേറ്റ്. അപ്പം ഈ വാക്കുകളൊക്കെ ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. വേറൊരു വാക്ക് നമുക്ക് നോക്കാം. ROUGH. ഇതിനകത്തും OUGH ഉണ്ട്, പക്ഷെ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെ നേരത്തെ പറഞ്ഞ പോലെയാണോ? അല്ല, ഇത് റഫ്. നമ്മൾ നേരത്തെ എന്തായിരുന്നു? ഡോ, പക്ഷെ ഇത് കണ്ടോ, റഫ്. സൗണ്ട് ആണ് വരുന്നത് അവിടെ, റഫ്. അപ്പം ഇതുപോലെ സൗണ്ട് ചെയ്യുന്ന വേറെ ഏതൊക്കെ വാക്കുകളാണ് നോക്കാം. സിമിലർലി പ്രൊനൗൺസ്ഡ് വേർഡ്സ് ഇനഫ് അല്ലെങ്കിൽ ടഫ്. ഇനഫ്, നമ്മൾ ഇനഫ് വിത്ത് ദിസ് പ്രസന്റേഷൻ, ഐ എം നോട്ട് ഗോയിങ് ടു എന്താ പറയുക അപ്രൂവ് ദിസ്. ഇനഫ് അല്ലെങ്കിൽ റഫ്, ടഫ്. കണ്ടോ, അഫ് എന്നുള്ള ആ ഒരു പ്രൊനൗൺസിയേഷൻ കണ്ടോ? ഗ്രേറ്റ്. ഇറ്റ് വാസ് എ ടഫ് റൈഡ് ഡ്യൂ ടു റഫ് റോഡ്സ്. വാവ്. സോ ഇത്തരം രീതിയിൽ ഓരോ വാക്കിന്റെ പ്രൊനൗൺസിയേഷൻ, ഈവൻ ദോ ഈ അക്ഷരങ്ങളാണ് ഉണ്ടെങ്കിലും അവയുടെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമായിരിക്കും. ഓൾറൈറ്റ്. അടുത്ത വാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ റിമൈൻഡർ അബൌട്ട് ക്യാപ്ഷൈൻസ് 30-day ഫ്രീ ട്രയൽ. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് ലൈവ് ക്ലാസ്സസ് അല്ലെങ്കിൽ സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് പരസ്പരം ആൾക്കാരുമായി സംസാരിക്കാം. കൂടാത്തതിന് ലേൺ ആൻഡ് പ്രാക്ടീസസ് ഗ്രൂപ്പ്, ചേർന്നിരുന്ന് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞ് മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ, അതായത് നിങ്ങൾക്ക് ഒരു മാസത്തിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്രത്തോളം നിങ്ങൾ പുരോഗമിച്ചു, എവിടേക്കാണ് ലാഗ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ഡൗൺ ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്. കൂടാത്തതിന് നിങ്ങൾക്ക് ഓരോ കാൻഡിഡേറ്റ്സിനും ഓരോ പേഴ്സണൽ കോച്ച് കിട്ടുന്നതായിരിക്കും. എന്തിനു വേണ്ടി? കസ്റ്റമൈസ് ഫീഡ്ബാക്ക് തരാൻ. ഇതെല്ലാം കഴിഞ്ഞ് ഡെയിലി മൈക്രോ ലെസൺസ്. അപ്പോൾ ഇത് മൊത്തത്തിലുള്ളൊരു പാക്കേജാണ്. സോ ഇത് എങ്ങനെ കിട്ടണം എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. ഗ്രേറ്റ്. അടുത്തൊരു വാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ THOUGHT. ഇതെങ്ങനെയായിരിക്കും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്? thought. നമ്മുടെ ചിന്ത എന്നുള്ളതില്ല, thought. കണ്ടോ, അതിന്റെ പ്രൊനൗൺസിങ് ആ ഒരു ടൈപ്പ് അവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് അത് സൗണ്ട് ചെയ്യേണ്ടത്. thought. സിമിലർലി പ്രൊനൗൺസ് വേർഡ് bought. കണ്ടോ, thought, bought, fought അല്ലെങ്കിൽ brought. സോ ഇത്തരം രീതിയിൽ നേരത്തെ നമ്മൾ വന്ന റഫ്, ടഫ്, അതേസമയം ഇത് കംപ്ലീറ്റ്ലി മാറി ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. ഇനി ഒരു ചെറിയ ഉദാഹരണം നോക്കുകയാണെങ്കിൽ I thought you bought the oranges. ഞാൻ വിചാരിച്ചു നീയാണ് ഓറഞ്ചസ് വാങ്ങി, അല്ലെങ്കിൽ നീ ഓറഞ്ചസ് വാങ്ങിയെന്ന്. I thought you bought the oranges. കണ്ടോ? ഗ്രേറ്റ്. അടുത്ത വാക്ക് THROUGH. സോ ഇതെങ്ങനെയാണ്? ഇതിലും ഉണ്ട് OUGH, പക്ഷെ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? ത്രൂ. കണ്ടോ, ത്രൂ എന്നാണ്, അല്ലാണ്ട് ത്രോ. നമ്മൾ വിചാരിക്കും OUGH ഉള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ ത്രോ അല്ലെങ്കിൽ അങ്ങനെയല്ല, ത്രൂ. ഒരു വേറെ രീതിയിൽ അല്ലെങ്കിൽ ഇതേപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന വേറൊരു വാക്കിന്ന് വെച്ചാൽ ത്രൂ ഔട്ട്. കണ്ടോ? ഒരു ചെറിയ ഉദാഹരണം നോക്കുകയാണെങ്കിൽ I could see right through the silk curtains. ആ സിൽക്ക് കർട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ അതിലൂടെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. റൈറ്റ് ത്രൂ. ഓർക്കുക. ഗ്രേറ്റ്. COUGH. ഈ വാക്ക് എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്? അതായത് എനിക്ക് ചുമ എന്നുള്ളൊരിതാണ്. അപ്പൊ ഇതിനെ നമ്മൾ കഫ് എന്നാണ്, പക്ഷെ കഫ് അല്ല, ഇത് ശരിക്കും കോഫ് ആണ്. കോഫ്. കണ്ടോ, അതിന്റെ പ്രൊനൗൺസിയേഷൻ, അതിന്റെ സൗണ്ട് ചെയ്യുന്ന രീതി അവിടെ പറഞ്ഞിട്ടുണ്ട്, കോഫ്. അപ്പം ഇതുപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന വേറെ വാക്കുകൾ ഏതൊക്കെയാണ്? ട്രോഫ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ട്രോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ചെറിയ ചാനൽ പോലെ വെള്ളം ഒഴുക്കി വിടാനുള്ള ഒരു ചാനൽ നമ്മൾ കണ്ടക്ട് ചെയ്യില്ലേ? ഇപ്പം ഈ നമ്മുടെ പാടങ്ങളിലും അതിലൂടെയൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക, കന്നുകാലികൾക്ക് കുടിക്കാനുള്ള ഒരു ചെറിയൊരു ചാനൽ ഉണ്ടാക്കി വിടുക വെള്ളം പോകാൻ, അതിനാണ് നമ്മൾ ട്രോഫ് എന്ന് പറയുന്നത്. അപ്പം ട്രോഫ്. ഗ്രേറ്റ്. കോൺടാക്ട് യുവർ ഡോക്ടർ ഇഫ് ദ കോഫ് പെർസിസ്റ്റ്സ്. കണ്ടോ,
അപ്പം നമ്മൾ കുറേ വാക്കുകൾ നോക്കി, എല്ലാത്തിനും OUGH ആണ്, പക്ഷെ വേറെ വേറെ രീതിയിലാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻസ് ഉള്ളത്. ഓക്കെ, DROUGHT ഇതെങ്ങനെയാ? ഡ്രോട്ട്, ഡ്രോട്ട്, അതാണ് ഡ്രോട്ട് എന്നാണ്, അല്ലെങ്കിൽ ഡ്രോട്ട് എന്നല്ല, ഡ്രോട്ട്. അതുപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന വേറെ വാക്കുകളാണ് ബൗ, ബൗ, കണ്ടോ? ഡ്രോട്ട്, ബൗ, ഡ്രൗ, ബൗ, പ്ലൗ, കണ്ടോ എങ്ങനെയാണ് ആ ഔ വരുന്നത്? അപ്പം ബൗവിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ മെയിൻ കൊമ്പ്, മെയിൻ ബ്രാഞ്ച് എന്നുള്ളത്, അത് ആ ഒരു കൊമ്പിന് പറഞ്ഞാണ് ബൗ. പ്ലൗ നമുക്കറിയാം, കിളയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനം. പ്ലൗ, ടു പ്ലൗ ദ എന്താ പറയുക, ഫീൽഡ് അല്ലെങ്കിൽ എന്തെങ്കിലും. ഗ്രേറ്റ്. ഇറ്റ്സ് ഹാർഡ് ടു പ്ലൗ ഡ്യൂറിങ് ദ ഡ്രോട്ട്. കണ്ടോ? ഇറ്റ്സ് ഹാർഡ് ടു പ്ലൗ ഡ്യൂറിങ് ദ ഡ്രോട്ട്. ഇങ്ങനെയാണ്. അപ്പം ഓരോ പ്രൊനൗൺസിയേഷനും വ്യത്യാസമാണ്, അത് ഓർക്കുക. ഈ ഒരു സംഭവം ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് BOROUGH, ബറോ, ബറോ, കണ്ടോ? ആ അവസാനത്തെ ഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ട് ബറോ, ബറോ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോമിനൻറ്റ് അല്ലെങ്കിൽ ഭരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രോമിനൻറ്റ് പ്ലേസ് എന്നുള്ള രീതിയിൽ, ഒരു പ്രോമിനൻറ്റ് ടൗൺ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടൗൺ. ഒരു ചെറിയൊരു സെൻറ്റൻസിൽ ഫോം ചെയ്യുകയാണെങ്കിൽ an example of borough is Queens in New York. അതായത് ഒരു പ്രോമിനൻറ്റ് ടൗൺ അല്ലെങ്കിൽ ഒരു പ്ലേസ്, ആ ഒരു സ്ഥലത്തെ, അതിനാണ് ബറോ എന്ന് പറഞ്ഞത്. അപ്പം ഇതേപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന വേറെ വാക്കുകൾ ഏതൊക്കെയാണ്? thorough, thorough, thorough ആയിട്ട് ചെക്ക് ചെയ്യാൻ നമ്മൾ പറയില്ല. ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ആൻസർ പേപ്പർ ഒന്ന് thorough ആയിട്ട് ചെക്ക് ചെയ്ത് thorough, thorough, thoroughly, thoroughly, കണ്ടോ? ഗ്രേറ്റ്. You will be checked thoroughly at the airport. അപ്പം ഇതേപോലെ ഒരുപാട് വാക്കുകളുണ്ട്. നമ്മളിപ്പം OUGHൻ്റെ ഒരു 7-8 വാക്കുകൾ നമ്മൾ നോക്കി. അപ്പം ഓരോന്നിലും ഓരോ രീതിയിലാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അപ്പം നിങ്ങളും ഇതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സെറ്റ് ഓഫ് അക്ഷരങ്ങളുടെ വേറെ രീതിയിലുള്ള പ്രൊനൗൺസിയേഷൻ ഓരോ അക്ഷരത്തിൽ എങ്ങനെയാണെന്നുള്ളത് പഠിക്കുക. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക, ഇത്തരം ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കൂടുതൽ കിട്ടാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 30 days ഫ്രീ ട്രയൽ നിങ്ങൾക്ക് കിട്ടാൻ visit capshine.com അല്ലെങ്കിൽ Capshine ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.